عليكم ورحمة الله تعالى وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, മരണം വിശ്വാസകരഗ്രഹം എന്ന വിഷയത്തിലൂടെയാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകത്തിൽ നിന്ന് യാത്ര തിരിക്കലും അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ അവനേറെ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെയാണ് മരണം വിശ്വാസിക്ക് അനുഗ്രഹമായി തീരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വത്തഖുല്ലാഹ വഅലമൂ അന്നകും മുലാഖൂ വബശ്ശിരിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുകയും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന രംഗത്തെ പറ്റി ചിന്തിക്കുകയും വേണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്നാൽ വബശ്ശിരിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. അതവർക്ക് വല്ലാത്തൊരു ആനന്ദമാണ്, അതവർക്ക് വല്ലാത്തൊരു അനുഗ്രഹമാണ്, അതവർക്ക് വല്ലാത്തൊരു സന്തോഷമാണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ തങ്ങളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നബിയേ, പെടുന്നതിനുള്ള മരണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടിയായി കൊടുത്തത്, റാഹത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അത് വല്ലാത്ത അനുഗ്രഹമാണ്, അതവർക്ക് വല്ലാത്ത ആനന്ദമാണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ പരിചയപ്പെടുത്തിയല്ലോ, അദ്ദുനിയാൽ മൗതു ജിസ്റുൻ, മരണമെന്നാൽ അതൊരു പാലമാണ്, യൂസിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഒരു പ്രണയിനി തന്റെ കാമുകനിലേക്ക് എത്തിക്കുന്ന മനോഹരമായ യാത്രയാണ് മരണമെന്ന് പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മരണം നല്ലതാക്കി മാറ്റിത്തരുമാറാകട്ടെ. മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ മരണമെന്ന മഹാവിസ്മയത്തെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ വഫാത്തിന്റെ സമയത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ അറിയാതെ പറഞ്ഞുപോയി, അല്ലാഹുമ്മ ഇന്നി കുന്തു അഹാൻ, അല്ലാഹുവേ, എനിക്ക് നിന്റെ പേടിയായിരുന്നു, വഅലൽ യൗമ അർജൂ, ഞാൻ നിന്നെ കാണാൻ കൊതിക്കുന്നുണ്ടെന്ന് പറയുമ്പോ മഹാനാകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് ഇങ്ങനെ മദീനത്തെ പള്ളിയിൽ കിടക്കുമ്പോൾ ഇബ്നു മുൽജി എന്ന് പറയുന്ന കിങ്കന്റെ കുത്തേറ്റ് കൊണ്ട് പിടഞ്ഞു വീഴുമ്പോൾ അലിയാർ തങ്ങൾ അപ്പുറത്ത് നിന്ന് ബോധം കിട്ട് വീഴുന്നുണ്ട്, ഇടക്കിടക്ക് ബോധം വരുന്നുണ്ട്. അല്ലാഹുമ്മ മർഹബാ, മരണമേ നിനക്ക് സ്വാഗതം, മരണമേ നിനക്ക് സ്വാഗതം. ഹൃദയത്തിലേക്ക് മരണമെന്ന മഹാനത്തെ ചേർത്ത് പിടിക്കുമ്പോൾ, ഹൃദയത്തിലേക്ക് മരണമെന്ന മഹാവിസ്മയത്തെ ചേർത്ത് പിടിക്കുമ്പോൾ, ഹൃദയത്തിലേക്ക് മരണമെന്ന മഹാവിസ്മയത്തെ ചേർത്ത് പിടിക്കുമ്പോൾ ഇന്നൽ മൗതിലെ സക്കറാത്ത്, ആ മരണത്തിന് വല്ലാത്തൊരു ആനന്ദമുണ്ട്, ആ മരണത്തിന് വല്ലാത്തൊരു ലഹരിയാണ് കൂട്ടരെ. ഇന്നു ഞാൻ നാളെ നീ എന്നും പ്രതിധ്വനിക്കയാവിധം എന്നോർമ്മയിൽ, ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീയാണ് മരണം വിട്ടു പോകുന്നത്. മരണം ഇങ്ങനെ നമ്മുടെ അരികിലേക്ക് സ്വാഗതമായി വരുമ്പോൾ വിശ്വാസികളായ നാനും നിങ്ങളും മരണത്തെ സ്വീകരിക്കേണ്ടതുണ്ട്. മരണമെന്ന മഹാവിസ്മയത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മരണത്തെ നല്ല രീതിയിൽ സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മരണം മനുഷ്യന് സമ്മാനമാണ്, മരണം മനുഷ്യന് സമ്മാനമാണ്. അതറിഞ്ഞാൽ ആത്മാർത്ഥതയുടെ ഉള്ളിൽ നിന്ന്
മഹാവിസ്മയ ലോകത്തേക്ക് സഞ്ചരിക്കുകയാണെന്ന് പറയുമ്പോൾ മഹാനാകുന്ന അബൂ ഹുറൈറ തങ്ങൾ പോലും മരണത്തെ സ്വീകരിച്ചെന്ന് പറയുമ്പോൾ ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് സുബഹി ബാങ്കിന്റെ അലിയൊലികൾക്ക് ഹിജാബത്ത് കൊടുത്തുകൊണ്ട് മരണപ്പെട്ടു പോയ അഭിവന്യരായ ശംസുലുലമയെ നമുക്ക് ചേർത്ത് പിടിക്കാം. മരണമെന്ന മഹാവിസ്മയത്തെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാദം കൊടുക്കുകയാണ്. വാഖിർ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.